ഓക്കെ, ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതായത് ജിമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ അവർ ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ടിരിക്കുക. അപ്പം റിയൽ ഇൻഫ്ലുവൻസർ എന്താണ്, ഫേക്ക് ഇൻഫ്ലുവൻസർ എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയതായി ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇൻഫ്ലുവൻസിനെ തപ്പി വർക്കൗട്ട് പഠിക്കേണ്ട ഒരു ആവശ്യവും നിലവിലില്ല. ഇൻഫ്ലുവൻസേഴ്സ് തീർച്ചയായിട്ടും അവർ റീച്ച് കിട്ടാനും വ്യൂ കിട്ടാനും വേണ്ടി മാക്സിമം അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഓവർ മോട്ടിവേഷൻ കൊടുക്കുന്നു. ബിഗിനേഴ്സിന് എപ്പോഴും വർക്കൗട്ട് ട്രെയിനേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു മീഡിയം, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്ന വർക്കൗട്ടുകളും ഷെഡ്യൂളും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ലെവൽ പറയുന്ന പോലെ തന്നെ ഒരു 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി പഠിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ട്രെയിനേഴ്സ് പറഞ്ഞു തരുന്ന ബിഗിനിങ് വർക്കൗട്ട്, അത് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ഇന്റർമീഡിയറ്റ് വർക്കൗട്ട്, പിന്നെ അഡ്വാൻസ് വർക്കൗട്ട്, അങ്ങനെ ചെയ്യാം. ഇപ്പം പിള്ളേര് ഒരു 2 ആഴ്ചയൊക്കെ ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നമ്മളെല്ലാവരും കാണുന്നത് നന്നായിട്ട് ഇങ്ങനെ ചെസ്റ്റിന്റെ ക്ലീവേജും കാണിച്ച് സംസാരിക്കുന്ന ഒരു സഹോദരൻ. ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ചെയ്യേണ്ട. ഈ പറഞ്ഞ പോലെ റെപ്സ് ടു ഫെയിലിയർ അല്ലെങ്കിൽ കൗണ്ട് ടു ഫെയിലിയർ, നിങ്ങൾ സൂപ്പർ സെറ്റ് ചെയ്യ്, ഡ്രോപ്പ് സെറ്റ് ചെയ്യ്. ഇങ്ങനെ നമ്മളൊരു ന്യൂ ക്ലയന്റിനെ വളരെ ബേസിക് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരിക്കും ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന സഹോദരനൊക്കെ ഒത്തിരി മോട്ടിവേഷനും കൊടുത്ത് പിള്ളേര് 2 ആഴ്ച കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ നമുക്ക് ടാഗ് ചെയ്തിട്ട് പറയാണ്, ചേട്ടാ ഞങ്ങൾ നാളെ മുതൽ സൂപ്പർ സെറ്റ് ചെയ്യട്ടെ, റെപ്പ് ടു ഫെയിലിയർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ക്ലയന്റിനെ അവന്റെ പക്വതയ്ക്കനുസരിച്ചുള്ള വർക്കൗട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇതുപോലെയുള്ള ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ്, ഈ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവര് തീർച്ചയായിട്ടും എപ്പോഴും ഫിറ്റ്നസിനെ കുറിച്ചും വർക്കൗട്ടിനെ കുറിച്ചും ടിപ്സും ട്രെയിനിങ്ങും സപ്ലിമെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും അവര് ഒരിക്കലും എൻഹാൻസ്ഡ് അത്ലറ്റ് ആണെന്നുള്ളത് അവർ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. ഇവരുടെ ഓഫ്കോഴ്സ് ഇവരുടെ വെർബൽ ഡയറിയ കാണുന്നതിനെക്കാട്ട് മുമ്പേ അവര് ഈ ഇൻഫ്ലുവൻസറുടെ ബോഡി കണ്ടിട്ടായിരിക്കും ഈ പിള്ളേർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അവര് ഒരിക്കലും എൻഹാൻസ്ഡ് ആയിട്ട്, അതായത് സ്റ്റെറോയിഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിംസ് ആണ് അവർ ഒപ്പിച്ചതെന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്തില്ല. പക്ഷെ അവര് പറയുന്നതെല്ലാം ഹെൽത്ത് 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 എന്ന് കോട്ട് ചെയ്തിട്ടായിരിക്കും. നല്ല ഫുഡ് കഴിക്കുക, ബ്രോക്കലി കഴിക്കുക, എഗ് വൈറ്റ് കഴിക്കുക. എന്നാൽ ഇവരൊട്ട് പറയത്തുമില്ല, ഞാൻ ഈ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് എന്റെ ഈ ബോഡി, നിങ്ങൾ ഈ കാണുന്ന ബോഡി ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്, അങ്ങനെ ആരും പറയുന്നില്ല. അപ്പം ഒരു റിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവന് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫിറ്റ്നസ് സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ജിമ്മിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവൻ അവന്റെ റിയാലിറ്റി മനസ്സിലാക്കി അവര് ജിമ്മിൽ വരുന്നു, ഈ പറഞ്ഞ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു ഇൻഫ്ലുവൻസിനെ കണ്ട് ആരും തന്നെ ജിമ്മിലോട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടത്തില്ല. നിങ്ങൾ ഇവിടെ വന്നു, ജിമ്മിൽ വരുന്നു, റിയാലിറ്റി മനസ്സിലാക്കുന്നു, ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാകുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രസ്സുകൾ ട്രെയിനർ പറയുന്ന മാത്രം കേട്ട് പോവാം. എനിക്ക് എന്റെ ന്യൂലി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എനിക്ക് പറയാനുള്ളത്, ഓൾവേസ് ലിസൺ അഡ്വൈസസ് ഫ്രം എ സിംഗിൾ പോയിന്റ് ഓഫ് ഡയറക്ഷൻ. നിങ്ങൾ ഒന്നെങ്കിൽ ട്രെയിനറിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനർ പറയുന്ന അഡ്വൈസസിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക. അതല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾ ഇൻഫ്ലുവൻസറും പറയുന്നത് കേട്ട് അവർ പറയുന്ന പ്രോ ലെവൽ ടിപ്സും കേട്ടുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഇരിക്കുക. നിങ്ങൾ ജിമ്മിൽ വരുന്നുണ്ടെങ്കിൽ ഓൾവേസ് ലിസൺ അഡ്വൈസസ് ഫ്രം ദ ട്രെയിനർ. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ മോട്ടിവേഷനിൽ പെട്ട് അത് ജെന്യുവനായിട്ട് ജിമ്മിൽ നടത്തുന്ന ട്രെയിനേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുത്ത് അവരുടെ മോട്ടിവേഷൻ, അവരുടെ ഒരു കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ അറിവില്ലാത്ത ആൾക്കാരായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഇതുപോലെ നിൽക്കുന്ന ആളുകളുടെ വീഡിയോസ് അയക്കാതിരിക്കുക. അപ്പം ജിമ്മിൽ ജോയിൻ ചെയ്യുക, സ്ലോ പ്രോസസ്സിൽ വിശ്വസിക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള പ്രോസസ്സിൽ വിശ്വസിക്കുക. ചുമ്മാ റീച്ചിന് വേണ്ടി പറയുന്ന ആൾക്കാരുടെ വീഡിയോസും വിഷ്വൽസും കണ്ടുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ഓക്കെ, സ്റ്റേ നാച്ചുറൽ. ഓക്കെ, ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് 75% ആൾക്കാരും സ്റ്റെറോയിഡ്സിന്റെ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫിസിക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ അവരെ കാണുന്നത്. എന്നാൽ അവരൊട്ട് ഇത് യൂസ് ചെയ്യുന്നതാണെന്ന് അഡ്മിറ്റ് ചെയ്യത്തുമില്ല. അപ്പം സ്റ്റേ നാച്ചുറൽ, ലോയൽ ഗെയിംസിനെ വിശ്വസിക്കുക. അത് ഒരിക്കലും ഒരു ആന്റിബയോട്ടിക്കിലും പാരസെറ്റമോളിലും പോകുന്നതായിരിക്കത്തില്ല. നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതും കേട്ട് ഈ പറയുന്ന പോലെ റോങ് ആയിട്ടുള്ള രീതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യും. സോ സ്റ്റേ നാച്ചുറൽ. താങ്ക് യു.